നല്ലയപ്പൻ്റെ ചാവരുള്ളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് 1868 ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എഴുതുന്ന സമയത്ത് അദ്ദേഹം ഒരു ആമുഖം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ചേന്നങ്കരി പള്ളി ഇടവകയിൽ ചാവറ കുര്യാക്കോസ് എന്നയാളുടെ മകനായി പിറന്നിരിക്കുന്നു. എങ്കിലും ദൈവം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ നിറവേറ്റുന്നതിൻ്റെ തുടർച്ചയിൽ എൻ്റെ മാംസബന്ധക്കാരായിട്ടുള്ള ചേന്നങ്കരി ഇടവകയിലെ ചാവറ കുടുംബാംഗങ്ങളോട് എനിക്ക് ചില കടപ്പാടുകളുണ്ട്. ആ കടപ്പാട് കുടുംബത്തോട് മാത്രമല്ല, ഇടവകക്കാരോട് മാത്രമല്ല, ലോകം മുഴുവനുമുള്ള നല്ല ക്രൈസ്തവരായിട്ടുള്ള കുടുംബങ്ങളോടുള്ള കടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ എഴുതിത്തരുന്ന ഈ ചട്ടങ്ങൾ നിങ്ങൾ കുടുംബങ്ങൾ കാലാകാലങ്ങളിൽ എഴുതി പകർത്തി നൽകി അത് തലമുറകളിലേക്ക് പകർന്നു നൽകണം എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ ഈ ഒരു വലിയ സന്ദേശങ്ങളുടെ തുടർച്ചയിൽ മക്കളെ വളർത്തുന്നതിനും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തുന്നതിനുമായി ചാവറ പിതാവ് വളരെ കൃത്യമായ ഉപദേശങ്ങളാണ് നൽകുന്നത്. മക്കളെ വളർത്തുന്ന കാര്യങ്ങളിൽ ചാവറ പിതാവ് വളരെ പ്രാധാന്യം നൽകി പറഞ്ഞിരിക്കുന്ന 16 ഉപദേശങ്ങളിൽ ആദ്യത്തെ ഉപദേശങ്ങളിൽ ഒന്ന് വളരെ പ്രസക്തമാണ്. ഇന്ന് നമ്മൾ ആ ഒരു ഉപദേശം വായിച്ച് കേട്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. മക്കളെ വളർത്തുന്നത് മക്കൾക്ക് മാതാപിതാക്കളുടെ കൈകളിൽ നിന്നും ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷിതത്വം എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഏറെ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ക്രൈസ്തവ ജീവിതം നയിക്കുക എന്ന് തന്നെയാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മക്കളെ വളർത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് ചാവറ പിതാവ് അവതരിപ്പിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളെ രക്ഷിക്കാനും സന്തോഷിപ്പിക്കാനും തക്ക നല്ല മക്കൾ നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ അവരെ ചെറുപ്രായത്തിൽ നല്ല ക്രിസ്ത്യാനികളാക്കുകയും ഈ പ്രായത്തിൽ അവർ തമ്പുരാനെ സ്നേഹിക്കുകയും പേടിക്കുകയും ഇല്ലെങ്കിൽ പിന്നെ അവർ അവരുടെ കാരണവന്മാരെയും പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയില്ല. മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ തമ്പുരാന് കാഴ്ചവെക്കുകയും അവരെ ഈശോ മറിയം യൗസേപ്പിൻ്റെ മാധ്യസ്ഥത്തിൽ ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യണം. അമ്മയുടെ അപേക്ഷ ഉണ്ണിയുടെ അപേക്ഷ പോലെ ദൈവം കൈക്കൊള്ളും. എത്ര സുന്ദരമായിട്ടുള്ള ഒരു അവതരണമാണ് അല്ലേ? ചാവറേശൻ ഈ ഉപദേശം നമുക്ക് തന്ന 150 വർഷം മുമ്പുള്ള ഒരു അന്തരീക്ഷത്തെക്കാൾ പ്രശ്നരഹിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ മാതാപിതാക്കളായ നിങ്ങൾ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ചാവറേശൻ്റെ ഈ ഒരു ഉപദേശം സത്യമാണ് എന്ന് അനുഭവം കൊണ്ട് നിങ്ങളും ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരും ഹൃദയത്തിൽ മന്ത്രിക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മുടെ കുടുംബ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ വ്യക്തിപരമായ സംഘർഷം നമ്മൾ അനുഭവിക്കുന്നത് വാർദ്ധക്യത്തിലാണ്. വാർദ്ധക്യത്തിൽ മക്കൾ കൂടെ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കുറച്ചു കാലം മുമ്പ് മുരിക്കാശ്ശേരിയിലുള്ള അൽഫോൻസ ഹോസ്പിറ്റലിനോട് ബന്ധപ്പെട്ട് FCC സിസ്റ്റേഴ്സ് നടത്തുന്ന അൽഫോൻസ ഹോസ്പിറ്റലിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഒരു ക്യാൻസർ രോഗിയായ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സിസ്റ്റേഴ്സ് തന്നെ അവിടെ കൊണ്ടുവന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ 2 കട്ടിലപ്പുറത്തുള്ള ആ ചേട്ടൻ്റെ അടുത്ത് കൂടി ഒന്ന് ചെല്ലണേച്ചാ എന്ന് പറഞ്ഞു. ഞാൻ ചെന്തിയെന്ന് ചോദിച്ചു. അദ്ദേഹം ഭയങ്കര കരച്ചിലാണ്, മക്കളാരും വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ വായിലാണ് ക്യാൻസർ, എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ കട്ടിലയിലിരുന്നിങ്ങനെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എത്ര കാലമായി എൻ്റെ മക്കൾ എന്നെ ഇങ്ങനെ ഒന്ന് വന്ന് പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ഭിന്നശേഷിയുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണെന്ന് അടുത്തിരുന്ന സിസ്റ്റർ പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കമൻറ്റ് പറഞ്ഞുകൊണ്ടാണ്
ഈ എപ്പിസോഡിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. 8 മക്കളെ ഞാൻ വളർത്തിയച്ചാൽ ഒരാളൊരു ബുദ്ധിമാന്യമുള്ള കുഞ്ഞായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അടുത്തിപ്പോൾ ഉണ്ടാകുമായിരുന്നല്ലോ. എല്ലാം പഠിച്ച് വലുതായിപ്പോയി, എല്ലാവരെയും പഠിപ്പിച്ച് വലുതാക്കി. ഇപ്പം അടുത്തിരിക്കാൻ ആരുമില്ല. ഒരാൾ, ആ വല്യപ്പൻ പറഞ്ഞ വാക്ക് മന്ദബുദ്ധിയായിരുന്നെങ്കിൽ എന്നാണ്. ആ പദം നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഒരു കുഞ്ഞെങ്കിലും എനിക്ക് പിറന്നിരുന്നെങ്കിൽ എന്ന് ഇന്ന് വാർദ്ധക്യത്തിലെത്തുന്ന കാരണവന്മാർ തനിച്ചിരുന്ന് നെടുവീർപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് 150 വർഷം മുമ്പ് ചാവറയച്ചൻ എഴുതിയത്. വാർദ്ധക്യത്തിൽ കാരണവന്മാർ ഈ ഒറ്റപ്പെടലിൻ്റെ ദുരിതം അനുഭവിക്കരുത് എങ്കിൽ ബാല്യത്തിൽ ആ മക്കളെ നിങ്ങൾക്ക് തമ്പുരാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മക്കളെ നല്ല ക്രിസ്ത്യാനികളായി വളർത്തണം. എങ്ങനെയാണ് ചാവറ പിതാവിൻ്റെ ഈ ഒരു വാക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുക? ഇന്നത്തെ സാഹചര്യം എന്താണ്? സാറിന് എന്ത് പറയാൻ തോന്നുന്നു? സാറ് ആ മൈക്ക് വാങ്ങിക്കുക, പേരൊന്ന് പറയുക. ഡോക്ടർ ജോൺ കട്ടക്കയം, ചാത്തങ്കോട്ട് നിലയിൽ താമസം, വെറ്റിനറി സർജനാണ്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. അച്ഛൻ ആദ്യം പറഞ്ഞു, പഴയ കാലഘട്ടത്തെക്കാളും പ്രശ്നരഹിതമായ ഒരു കാലഘട്ടത്തിലാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് തെറ്റാണ്. ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ പ്രശ്നങ്ങളാണ്. ജീവിത പ്രശ്നങ്ങൾ, ജീവിതം കൂടുതൽ പ്രശ്നരഹിതമാണ്. അതായത് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് കുറവാണ്. പണ്ട് അങ്ങനെയല്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സാറ് പറഞ്ഞത് ശരിയാണ്. കുടുംബജീവിതത്തിനകത്തോട്ട് കയറുമ്പോൾ കാരണം അന്നത്തെ കാലത്ത് ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ട്. കാരണം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അന്നത്തെ ആൾക്കാർ നിലനിന്നിരുന്നത്. ഇന്ന് ജോലി തേടി അന്യനാടുകളിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കുട്ടികൾക്ക് നല്ല പഠനം കൊടുക്കണമെന്നുള്ളത് രക്ഷിതാക്കളുടെ ചുമതലയുമാണ്, കർത്തവ്യമാണ്. അപ്പം നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, അന്നത്തേനേക്കാളും കൂടുതൽ സ്നേഹവും കൊടുക്കുന്നുണ്ട്. ഇല്ലയെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഞങ്ങളൊക്കെ ഒത്തിരി സ്നേഹം അനുഭവിച്ച് വളർന്നു വന്നവരാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടി അവർ നല്ല നിലയിലെത്തുമ്പോൾ അവരുടെ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി അന്യനാടുകളിൽ പോകേണ്ടി വരുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പം അവരുടെ ജോലിയോട് ആത്മാർത്ഥത കാണിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ വീട്ടിലെ ആവശ്യത്തിന് ഓടിയെത്താൻ പലർക്കും സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ് മക്കൾക്ക് സ്നേഹം ഇല്ലായ്കയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഓക്കെ, ഒരപ്പൻ്റെ അനുഭവമാണ്. അമ്മയുടെ അടുത്തിരിക്കുമ്പോഴാണ് ഈ അനുഭവം പറഞ്ഞത്. അമ്മ എന്ന് പറയുന്നു. എൻ്റെ പേര് ജോളി, ഹൗസ് വൈഫാണ്. എൻ്റെ ഭർത്താവ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. നല്ല ഭാര്യ. അത് ശരിയാണ്. മക്കൾ നല്ല നിലയിൽ എത്തിക്കാണാനാണ് എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം. അപ്പോൾ പഠിപ്പിച്ച് വലുതാക്കുമ്പോൾ അവർ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ മാതാപിതാക്കളെ അവർ അങ്ങോട്ട് ക്ഷണിച്ചാലും മാതാപിതാക്കന്മാർ അതിന് തയ്യാറല്ല. അവർക്ക് അവരുടെ സ്ഥലത്ത് ജീവിക്കണം, അവരുടെ വീട്ടിൽ താമസിക്കണം. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ ഒറ്റപ്പെടും. ഈ ദമ്പതികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്നത്തെ ഒരു നവകുടുംബ സാമൂഹിക അവസ്ഥയാണ്. സാധാരണ കർഷക കുടുംബത്തിൽ ഹൈറേഞ്ചുകളിൽ ഒക്കെ മാതാപിതാക്കളോടൊപ്പം തന്നെ താമസിക്കുന്ന മക്കൾ, വിദേശത്തേക്ക് മക്കൾ പോകാത്ത സാഹചര്യങ്ങളാണ് നല്ലൊരു കുടുംബത്തിലുള്ളത്. കറിയാച്ചേട്ടൻ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇന്നത്തെ നമ്മുടെ ഈ ഒരു അവസ്ഥയെ പറ്റി എന്ത് പറയും? ഈ മക്കളെ നമ്മുടെ കാരണവന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് പറയുന്നതോടൊപ്പം തന്നെ കാരണവന്മാരും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് കാലഘട്ടം ആവശ്യപ്പെടുന്ന മാതാപിതാക്കൾ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ള. കാരണം ഇപ്പോൾ ഒരു ആൾക്കൊരു ജോലി കിട്ടി, ആ ജോലി ഒരു വിദേശ സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് ദൂരെ ആണെങ്കിൽ ഇപ്പോൾ ഈ ജോലി കളയാനും പറ്റില്ല. അവർക്ക് ജീവിതമാർഗം വേണ്ടേ, അവർക്ക് കുടുംബത്തിൽ വന്ന് നിൽക്കാൻ പറ്റുമോ? അപ്പം സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് കാരണവന്മാർ ലേശം കൂടെ എളിമപ്പെട്ട് ഈ മക്കളുടെ കൂടെ താമസിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങണം. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കില്ല. അവരവിടെയും നമ്മളിവിടെയായിട്ട് രണ്ട് സ്ഥലത്തായിട്ട്. ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രായോഗികമായ രീതിയിൽ മാതാപിതാക്കൾ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് മക്കളോടൊപ്പം താമസിക്കണം എന്ന് പറയുന്ന പുതിയ തലമുറയുടെ ഒരു വക്താവ് കൂടിയാണ് സ്കറിയാച്ചൻ. നമ്മൾ പറഞ്ഞത് മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ആധുനിക കാലത്തെ ഏറ്റവും പ്രസക്തമായ ഒരു ദർശനത്തിൽ സാധ്യതയുണ്ടായിട്ടും മക്കളുടെ മനസ്സ് മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുന്നില്ല. പണമുണ്ട്, സൗകര്യമുണ്ട്, എന്നിട്ടും മാതാപിതാക്കളോടൊപ്പം
പോയി നിൽക്കാനോ ആശുപത്രിയിൽ ഒന്ന് പോയി അല്പസമയം ഇരിക്കാനോ നല്ല മനസ്സ് വരുന്നില്ല. അങ്ങനെ വരാത്തതിൻ്റെ കാരണമാണ് ചാവറപ്പിതാവ് പറഞ്ഞത്, ചെറുപ്പം മുതൽ തമ്പുരാനോട് ചേർത്ത് വളർത്തുന്ന, നല്ല ക്രിസ്ത്യാനികളാക്കി വളർത്തുന്ന മക്കൾ മാതാപിതാക്കളോട് കൂടെ നിൽക്കും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല ക്രിസ്ത്യാനികളാക്കി വളർത്തുന്ന മാതാപിതാക്കളാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ അതിഥികളായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് മക്കളെ ബാല്യം മുതൽ തന്നെ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസധാരയിൽ വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന മാതാപിതാക്കളെയും അവർക്ക് തമ്പുരാൻ ദാനമായി നൽകിയ മക്കളെയുമാണ്. നമുക്കവരെ ഒന്ന് പരിചയപ്പെടാം. ശരി. എൻ്റെ പേര് ജെറി വടക്കൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള തേഞ്ഞിപ്പാലം ഇടവാംഗമാണ്. ഞാൻ +2 അധ്യാപകനാണ്. ഇതെൻ്റെ ഭാര്യ വിമല, വീട്ടമ്മയാണ്. എൻ്റെ മൂത്ത മകൻ സാമുവൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സെൻറ്റ് പോൾസ് സ്കൂളിൽ. രണ്ടാമത്തെ മകൻ സൈമൺ 6ാം ക്ലാസ്സിൽ അതേ സ്കൂളിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മകൻ ഡാനിയൽ 4ാം ക്ലാസ്സിൽ അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്നു. ഈ മക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ദൈവവചനം, വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ മനഃപ്പാഠം പഠിക്കാനുള്ള ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ കൃപയായിട്ട് തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മക്കളെ ഒന്ന് കേൾക്കാം. സാമുവൽ പരിചയപ്പെടാം. എൻ്റെ പേര് സാമുവൽ. ഞാൻ തേഞ്ഞിപ്പാലം സെൻറ്റ് പോൾ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചെറുപ്പം തൊട്ടേ അമ്മ എന്നെ വചനം പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു. അത് കേട്ടിട്ട് ഇവർ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങളെ എല്ലാവരും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ പഠിച്ച വചനങ്ങളൊക്കെ അമ്മയെ ദിവസവും പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. എത്രാമത്തെ വയസ്സ് തൊട്ടാണ് സാമുവലിനെ വചനം പഠിപ്പിക്കാൻ തുടങ്ങി? എനിക്ക് കൃത്യമായ ഓർമ്മയില്ല, എങ്കിലും അമ്മ പറയാറുള്ളത് 3 വയസ്സ് തൊട്ട് എന്നാണ്. ഓക്കെ, പരിചയപ്പെട്ട മോനെ. എൻ്റെ പേര് സൈമൺ. ഞാൻ 6ാം ക്ലാസ്സിൽ തേഞ്ഞിപ്പാലം സെൻറ്റ് പോൾസ് സ്കൂളിൽ പഠിക്കുന്നു. എന്നെയും അമ്മ വചനം പഠിപ്പിക്കാറുണ്ട്. ചേട്ടൻ പഠിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ആദ്യമായി വചനം പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഡാനിയൽ പറയൂ. ഡാനിയൽ. എൻ്റെ പേര് ഡാനിയൽ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ബൈബിള് പഠിക്കാൻ തുടങ്ങിയത് എൻ്റെ ചേട്ടന്മാരെ കണ്ടിട്ടാണ്. മക്കള് ഏത് രീതിയിലാണ് ബൈബിൾ പഠിക്കുന്നത്? അമ്മ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ബൈബിള്? ഒരുമിച്ചിരുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരുമിച്ചിരുത്തിയിട്ട് ഒരു പ്രത്യേക ഭാഗമാണോ, അതോ തുടർച്ചയായിട്ടാണോ, ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അങ്ങനെയാണോ, അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വചനഭാഗമാണോ, നിങ്ങൾക്ക് കൂടുതൽ ഈ പ്രായത്തിൽ വളരാൻ സഹായിക്കുന്ന വചനഭാഗമാണോ, എന്താ എങ്ങനെയാണ് പഠിക്കുന്നത്? അത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള വചനഭാഗങ്ങൾ, ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള വചനഭാഗങ്ങൾ പ്രത്യേക ഭാഗമായിട്ടാണ് അമ്മ പഠിപ്പിക്കുന്നത്. ഒന്ന് ആ ഒരു ഉദാഹരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ പഠിച്ച വചനഭാഗങ്ങൾ ചിലത്, എല്ലാം കൂടെ നമുക്ക് പറയാനായിട്ട് സമയമില്ല, നമുക്കറിയാമല്ലോ, ഒന്ന് പറഞ്ഞേ. ഞാൻ പറയാൻ പോകുന്നത് നാവിൻ്റെ ദുരുപയോഗം എന്ന ഭാഗമാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 1 മുതൽ 18 വരെ അതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിലെ കുറച്ച് ഭാഗമാണ്. എൻ്റെ സഹോദരരെ, നിങ്ങളിലധികം പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കണം. നാം എല്ലാവരും പലവിധത്തിൽ തെറ്റ് ചെയ്യുന്നു. എന്നാൽ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരം മുഴുവനും നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ഒരു ചെറിയ തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായത് ശരീരം മുഴുവനും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല.
അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് നമ്മൾ കർത്താവിനെയും പിതാവിനെയും സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇതുചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാകുമോ? നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഗൈഡ് നമുക്ക് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഇതിങ്ങനെ നിലയ്ക്കാതെ ഒഴുകാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ സന്തോഷം. സൈമണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനഭാഗം ഏതാണ്? ഞാൻ പറയാൻ പോകുന്ന വചനഭാഗം 1 കോറിന്തോസ് 13-ാം അധ്യായത്തിലേതാണ്. അത് സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതാണ്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, അത് അഹങ്കരിക്കുന്നില്ല, അത് അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചന അപൂർണമാണ്. പൂർണ്ണമായി ഉദിക്കുമ്പോൾ അപൂർണമായി വാസ്തവിക്കും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശുസഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ ഞാൻ കണ്ണാടിയിലൂടെ വ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവനെ പൂർണ്ണമായി അറിയുന്ന പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. കാണാതെ പഠിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമ്മുടെ കുഞ്ഞനിയൻ, കുഞ്ഞുമകൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വചനഭാഗം ഏതാണ്? പ്രഭാഷണന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 17 വരെ. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ, അനീതിയുടെ ഉഴവച്ചാലുകളെ വിതയ്ക്കരുത്, 7 ഇരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിൻ്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചെത്താൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്, ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എൻ്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നത ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സ്വന്തത്തെ ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്, സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്, കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിന അധ്വാനമോ വലിയ വേലിയോ വെറുക്കരുത്. അത്യുന്നത നിശ്ചയിച്ചതാണ് അവ. പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക. അത്യന്ത വിനീതനാവുക, എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. നല്ല ഈ മക്കളെ ഇതുപോലെ വചനം പഠിപ്പിക്കുന്ന ഈ അമ്മയെയും അപ്പനെയും നമുക്കൊന്ന് പരിചയപ്പെടാം.
ഏതൊക്കെ വചനഭാഗമാണ് മക്കളെ കൂടുതലായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ വചനഭാഗങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം? എന്തുമാത്രം അറിയാം? പ്രധാനമായിട്ടും എൻ്റെ ഭാര്യയാണ് കുട്ടികളെ വചനം പഠിപ്പിക്കുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടുപണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവരെ വചനം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. വാമൊഴിയായിട്ടാണ് പഠിപ്പിക്കുന്നത്, നോക്കിയിട്ടൊന്നല്ല. അമ്മ തന്നെ ആദ്യം അമ്മ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മയ്ക്ക് അത് പഠിപ്പിക്കാൻ പറ്റുന്നത്. അമ്മ വാമൊഴിയായി പഠിപ്പിക്കുന്നു, കുട്ടികൾ വാമൊഴിയായി കേട്ട് പഠിക്കുന്നു. അല്ലാണ്ട് ബൈബിൾ തുറന്നു വെച്ചിട്ടല്ല പഠിപ്പിക്കുന്നത്. ഒരു 3 വയസ്സ് മുതൽ മൂത്തവനെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്ന് കുട്ടിക്ക് വായിക്കാൻ പോലും അറിയില്ല. എന്തുമാത്രം പഠിച്ചു? ഇത് ഞാൻ എൻ്റെ ജീവിതം റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഡിവൈനിലും പോട്ടയിലും ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടിയിട്ട് അവിടെ എന്നെ എല്ലാ ശുശ്രൂഷകളും എന്നെ സ്വാധീനിച്ചിരുന്നു. പക്ഷേ ഏറ്റവും അധികമായിട്ട് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ദൈവവചനമാണ്. അപ്പോൾ ആ വചനത്തിലൂടെയാണ് ക്രിസ്തുവിനെ അറിഞ്ഞതും ക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നതും ക്രിസ്തു രക്ഷകനായിട്ട് അനുഭവിച്ചറിയാൻ പറ്റിയത്. പിന്നെ അത് വിവാഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിലേക്ക് വന്നു ദൈവം മക്കളെ തന്നപ്പോൾ എനിക്ക് ദൈവത്തോട് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു പ്രതിഫലം, ഒരു ദൈവം എനിക്ക് തന്നതിന് പ്രതിഫലമായിട്ട് ദൈവത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ സമർപ്പണം പോലെ ഞാൻ എൻ്റെ മക്കളെ വചനം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് മൂത്ത മോൻ, അവന് 3 വയസ്സായപ്പോൾ അവൻ അമ്മ എന്ന് എന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ അവനെ വചനം പഠിപ്പിച്ചു തുടങ്ങി. അതിൽ ഒരു ചെറിയ ചെറിയ വചനങ്ങളായിരുന്നു പഠിപ്പിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ സ്തോത്രഗീതമാണ് ആദ്യമായിട്ട് കുട്ടിയെ പഠിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് പിന്നെ ചേച്ചി ഇത് പഠിക്കുന്നുണ്ട്, വചനം കാണാതെ പഠിക്കുക. കുറേയൊക്കെ എനിക്കറിയാം. ഞാൻ ഓൾറെഡി ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇതിനോടൊരു വല്ലാത്ത ദാഹവും ഒരു ആഗ്രഹം, ഒരു ആർത്തിയായിരുന്നു. വിശക്കുന്നവന് ഭക്ഷണം മുന്നിൽ വെക്കുമ്പോൾ അവൻ വല്ലാതെ ആർത്തിയോടെ അത് ഭക്ഷിക്കുന്ന പോലെ എനിക്ക് വല്ലാതെ ഒരു തീവ്രമായ ആഗ്രഹം ദൈവവചനത്തോടെ വചനം വായിക്കാൻ, ധ്യാനിക്കാൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ മറിയത്തിൻ്റെ സ്തോത്രഗീതം പഠിപ്പിച്ച് തുടങ്ങിയത് ഒരു ദിവസം ഒരു 46 മുതൽ 55 വരെ എടുത്തിട്ട് ഒരു ദിവസം 2-3 വചനങ്ങൾ പഠിപ്പിച്ചു. അടുത്ത ദിവസം അതിൻ്റെ അടുത്ത 2-3 വചനങ്ങൾ. അങ്ങനെ 3 വയസ്സുള്ളപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് കുട്ടി മാതാവിൻ്റെ സ്തോത്രഗീതം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ അത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു, അവൻ ചെയ്തു. പക്ഷെ പിന്നീട് അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ചെറുത് വേണ്ട, എനിക്ക് വലുത് മതി. കാരണം ഞങ്ങൾ ഈ ധ്യാനത്തിനും ഓരോ ചെറിയ ചെറിയ വണ്ടേക്കൊക്കെ പോകുമ്പോൾ അവിടെ വചനപ്രഘോഷകർ ഇത്ര മുതൽ ഇത്ര വരെ എന്നൊക്കെ വായിക്കുന്ന കുട്ടി കേട്ടിട്ടാവും അവന് ചെറുത് പഠിക്കേണ്ട, വലിയ പാരഗ്രാഫ് പോലെ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ. അപ്പോൾ അന്ന് മുതൽ ഞാൻ അവനെ പഠിപ്പിച്ച് തുടങ്ങിയതാണ്. പക്ഷേ കുട്ടി അത് വളരെ നന്നായിട്ട് പഠിച്ചു തുടങ്ങി. ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടല്ല പഠിപ്പിക്കുന്നത്, ഉൽപ്പത്തി മുതൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല, കാരണം കുട്ടിക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന്, സുഭാഷിതങ്ങളിൽ നിന്ന്, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്, സങ്കീർത്തന ഭാഗങ്ങൾ, ഏശയ്യായുടെ അല്ലെങ്കിൽ ജെറമ്യായുടെ, പിന്നെ പുതിയ നിയമത്തിൽ നിന്ന്, ലേഖനങ്ങളിൽ നിന്ന്, അങ്ങനെ ഞാനിപ്പോൾ കൂട്ടി നോക്കിയിട്ടില്ല എത്ര എണ്ണം പഠിപ്പിച്ചു എന്ന്. എന്നാലും 3 വയസ്സ് മുതൽ തുടർച്ചയായിട്ട് അത് കഴിഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവൻ രണ്ടാമത്തെ മോൻ ജനിച്ചപ്പോൾ അവൻ എൻ്റെ മടിയിലിരുത്തി, ചെറിയ കുട്ടിയായിരിക്കും അവൻ മടിയിലിരുത്തി ഞാൻ ഇവനെ പഠിപ്പിക്കും. പക്ഷെ അവനും വർത്താനം സംസാരിക്കാൻ പ്രായമായപ്പോൾ, അമ്മയെന്ന് വിളിക്കാൻ പ്രായമായപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ സാമുവൽ പറയുന്ന സകല വചനങ്ങളും സൈമൺ പറഞ്ഞു തുടങ്ങി എന്ന് വെച്ചാൽ ഞാനത് പഠിപ്പിക്കാനായിട്ട് അവനെ കഷ്ടപ്പെട്ടിട്ടില്ല. അവൻ 3 വയസ്സ് മുതൽ പഠിച്ചതും ഒക്കെ ഇവൻ 3 വയസ്സായപ്പോൾ, അവൻ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പഠിച്ചതൊക്കെ കുട്ടി 3 വയസ്സായപ്പോൾ തന്നെ പറയാൻ തുടങ്ങി. പിന്നീട് ഡാനി ഉണ്ടായപ്പോൾ അവനെ ഇതേപോലെ മടിയിലിരുത്തി, ഇവരെ 2 പേരെയും ഇരുത്തി പുതിയത് പഠിപ്പിക്കുമ്പോൾ ഡാനിയും അമ്മേ ഞാൻ പറയട്ടെ ക്ലിയർ അല്ല, സംഭാഷണം ക്ലിയർ അല്ല, എന്നാൽ പോലും അവൻ ആദ്യമായിട്ട് പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ്, ഡാനിയൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിൽ ഇപ്പം ഞാൻ 3 മക്കളെയും ഒരുമിച്ചിരുത്തി പുതിയ വചനങ്ങൾ പഠിപ്പിക്കുന്നു. പിന്നെ അതുകൂടാതെ അവർ ബൈബിള് പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷേ ഇത് പഠിപ്പിക്കുന്നത് ഞാനാണ്. എന്ന് വെച്ചാൽ അവർ തന്നെ പഠിക്കാൻ പോകുമ്പോൾ വല്ല അലസത കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ അമ്മ എന്നുള്ള നിലയിൽ ഒരു ഭാഗം സെലക്ട് ചെയ്തു. സ്കൂളിലെ പാഠഭാഗങ്ങൾ പഠിക്കുന്നതിനകത്ത് സ്കൂളിലെ പാഠഭാഗങ്ങൾ വൈകുന്നേരം സ്കൂളിലെ അതും ഉണ്ട്, 3 പേരും പഠിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും. രാവിലെ പുലർച്ചെ തന്നെ എഴുന്നേക്കും. മക്കൾ ഒരു 4:30 ആകുമ്പോൾ മക്കൾ എഴുന്നേറ്റ്
എല്ലാവരും ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ടൊക്കെ അങ്ങനെ പള്ളി പോകുന്നത്. എല്ലാ ദിവസവും മുടങ്ങാതെ 5 പേരും ഞങ്ങൾ പള്ളി പോകുന്നു. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അതിന് മുടക്കം വരാറില്ല? ഇല്ല, തിരക്കൊന്നുമില്ല. കാരണം ഞാൻ വീട്ടമ്മയായതുകൊണ്ടാവാം. അപ്പോൾ വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്ത് അവർക്ക് ഇവരെ വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് പള്ളി പോകുന്നു. അപ്പോൾ ആ പള്ളി പോകുന്നതിന് മുമ്പും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ പഠിച്ച ഭാഗങ്ങൾ ഇവർ മറന്നു പോകരുതല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഒരു ഏഷ്യായുടെ ഭാഗത്ത് നിന്ന് എടുക്കും. കാരണം ഇപ്പോൾ കുറേ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും രാവിലെ റിപ്പീറ്റ് ചെയ്ത് വരില്ല. അപ്പോൾ ഏഷ്യായുടെ ഭാഗം എടുത്തിട്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ സങ്കീർത്തനം പറയും, അതല്ലെങ്കിൽ പ്രഭാഷകൻ്റെ പറയും. അപ്പോൾ അങ്ങനെ അവരത് മറക്കാതെ അപ്പോൾ രാവിലെ പഠിച്ച വചനങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയും വൈകുന്നേരം പുതിയത് പഠിക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇത് ഒരു സാധാരണ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് തികച്ചും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന നല്ലൊരു മാതൃകയാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കുടുംബത്തിന് നല്ലൊരു കൈ പറയാണ്ട് തന്നെ കൊടുക്കേണ്ടതാണ്. മറ്റു കുട്ടികൾ ഇപ്പോൾ പള്ളിയിൽ പോകാൻ മടി കാണിക്കുമ്പോഴും രാവിലെ എഴുന്നേറ്റ് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അമ്മ പഠിപ്പിച്ചു തന്ന വചനത്തിൻ്റെ ശക്തിയും അഭിഷേകം കൊണ്ടായിരിക്കാം. കുഞ്ഞായിരിക്കുന്ന ഈ പ്രായത്തിൽ അവർ തമ്പുരാനെ സ്നേഹിക്കുകയും പേടിക്കുകയുമില്ലെങ്കിൽ ആദരവ് ദൈവത്തെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്ന മക്കളായി അവരെ വളർത്തുവാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൻ്റെ യഥാർത്ഥ അവസരങ്ങളിൽ അവരെ സഹായിക്കുവാൻ കഴിവുള്ളവരാവുക. അത് ചെയ്യണമെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ ഞാൻ അമ്മയോട് പറഞ്ഞു എന്ന് അമ്മ പറയുന്നത് യേശുവിനെ ദാഹിക്കുന്നു എന്ന ആ ഭാഗം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കൽ ഞാൻ യേശുവിൻ്റെ ദാഹം ശമിപ്പിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി എന്ന് അമ്മ പറയാറുണ്ട്. ഇനി ഇപ്പോൾ എൻ്റെ ലക്ഷ്യവും വൈദികനാകാനുള്ള ആഗ്രഹമാണ്.